സന്ദേശത്തിലൂടെ കേൾപ്പാനിടയായി. എന്നാൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെയും കേട്ടതിൽ നിന്നും ഇന്നലെ വരെ മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ നിലയിലായിരിക്കും ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളോട് ഇടപെടുന്നത്. കാരണം പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ എൻ്റെ മെസ്സേജുകളിലെല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എടുത്താലും യേശു എന്ന ഒരൊറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ മുൻവിധികളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന എന്തും ഇന്ന് പകൽ നിങ്ങളിൽ നിന്നും മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മറുപടികളെ കാണാൻ കഴിയും. ആമേൻ. എത്ര പേർ ആമേൻ വിശ്വസിക്കുന്നവരിടയ്ക്ക് ഒന്ന് പ്രതികരിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഒരാള് ശബ്ദമുയർത്തിയെന്ന് വായിച്ചു തന്നാൽ നന്നായിരിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങൾ മതി. ഒടുവിൽ കർത്താവിലും യേശു ക്രിസ്തുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ അവനെന്നൊക്കെ ദൈവത്തിന് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ഞാനെന്നും അവനെന്നൊക്കെ പറയാതെ അവിടെ ദൈവമെന്നും യേശു എന്നൊക്കെ ചേർത്ത് വായിക്കുന്നത് കുറച്ച് ബഹുമാനവും നന്നായിരിക്കും. ആമേൻ. ഇവിടെ പറയണം ഒടുവിൽ കർത്താവിലും യേശു ക്രിസ്തുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് 6 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. സഭയെ കുറിച്ച് ഇത്രയും ആധികാരികമായി വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പുസ്തകമില്ല. 1-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായം പുതുമനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായം സഭയാകുന്ന ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയാകുന്ന ക്രിസ്തുവിന്റെ മർമ്മത്തെ കുറിച്ച് പറയുന്നു. 4-ാം അധ്യായം ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ കെട്ടുപണികളുടെ മാർഗത്തെ കുറിച്ച് പറയുന്നു. 5-ാം അധ്യായം ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നു. 6-ാം അധ്യായം ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ പോരാട്ടത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ വായിച്ച വാക്യം പരിശുദ്ധാത്മാവിൽ നമ്മൾ വായിച്ചത് സഭയുടെ പോരാട്ടത്തെ കുറിച്ച് പറയുന്ന ഒരധ്യായത്തിൽ നിന്നാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വായിച്ചത്. അവിടെ പറയണം ഒടുവിൽ കർത്താവിലും ആമേൻ യേശു ക്രിസ്തുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1:19 പറയുന്നത് ഇങ്ങനെയാണ്. 1:19 നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇത് വായിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്നും കൂടെ ബോധ്യമാകാനാ. അവിടെ നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു വാക്ക് വിട്ടുപോയി. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവശക്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയാകുന്ന ശരീരമായ സഭയ്ക്ക് ബോധ്യം കൊടുത്തുകൊണ്ടാണ്. ആമേൻ. അപ്പൊ എല്ലാവരിലും ദൈവശക്തി വ്യാപരിക്കുന്നില്ല. ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എല്ലാം രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ സഭയിൽ വന്നത് കൊണ്ടോ ദൈവശക്തി വ്യാപരിക്കത്തില്ല. ദൈവശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരിൽ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇവിടെ പറയാണ് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പൊ വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വന്ന്
5-ാം അധ്യായം 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. മതി. അപ്പൊ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയാണ്, 1-ാം അധ്യായം ശക്തിയെ കുറിച്ച് ആമേൻ പ്രബോധിപ്പിച്ചു. 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം കഴിഞ്ഞപ്പോൾ പിന്നെയും പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾക്ക് ദൈവശക്തിയിൽ നടക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. അവിടെ പറയാണ്, ആകയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, യേശുക്രിസ്തുവിൽ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിൽ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രശ്നത്തിനകത്തായിരിക്കുന്നു? ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവജനത്തിന്റെ പ്രശ്നം മാറുന്നില്ല? എന്തുകൊണ്ട് ദൈവജനത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്നത് പോലെയല്ല, നാം പരിശ്രമിച്ചിട്ടും ഇന്നും നമുക്കുറപ്പില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്നൊരു പരിഹാരം കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുവെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ആമേൻ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കണ്ട, ആമേൻ, സ്തോത്രം, അവിടെ റിലീസിങ് നടക്കും. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുന്നവരിൽ മാത്രമാണ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. ആമേൻ. അപ്പൊ വിശ്വസിക്കണമെങ്കിൽ ശരിയായ അറിവുണ്ടായിരിക്കണം. യേശു ലക്ഷക്കണക്കിന് ആൾക്കാരോട് പിതാവിൽ നിന്ന് കൈമാറിയ സന്ദേശം, യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് വിളിച്ചു പറഞ്ഞ സന്ദേശം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തി. പക്ഷേ അതിൽ 120 പേർ കർത്താവിന്റെ ശിഷ്യത്വത്തിനകത്തേക്ക് വന്നു. ദൈവത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം പുത്രനിലൂടെ പിതാവ് എന്ത് ചെയ്തു? അവരിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു. അവരിൽ അമേഷ്ടത്വം 70 പേരൊഴിച്ചിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് ഈ അറിവിനൊത്തവണ്ണം ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പ്രയാസമായിരിക്കുന്നു, ഞങ്ങൾ ഇതിട്ട് പോയി. ഹല്ലേലൂയ. അപ്പൊ പിന്നെയും കുറച്ച് നാളുകൾ യാത്ര മുന്നോട്ട് തുടർന്നു. അവൻ അതിൽ 12 പേരൊഴിച്ചിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞു, കർത്താവെ, ഈ ഉപദേശപ്രകാരം, നീ പറയുന്നത് പ്രകാരം ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി വിട്ടങ്ങ് പോയി. ഹല്ലേലൂയ. അപ്പൊ 12 പേര് മാത്രം അവശേഷിച്ചപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾക്കും എന്നെ വിട്ടു പോകുവാൻ മനസ്സുണ്ടോ? ഞാൻ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോടും ഇതിനകത്തായിരിക്കുന്ന വാത്സല്യ സഹോദരിമാരോടും സഹോദരന്മാരോടെല്ലാം ഞാൻ പറയുന്നു, ദൈവത്തിലെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പുണ്ടായിരിക്കണം, ഇവിടെ നിങ്ങൾ യേശുവിൽ വസിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരു നിത്യത ഉണ്ടാകത്തില്ല. ഒരു നിത്യത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ദൈവിക ജ്ഞാനം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, എന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ യേശുവിൽ ജീവിക്കാത്ത ഒരുവൻ പോലും ഒരു നിത്യതയിലേക്ക് കയറത്തില്ല. ഹല്ലേലൂയ. ഇതിനകത്ത് കുടുംബസ്ഥരായിരിക്കുന്നവരാണ് കൂടുതലും ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് 100% പറയാൻ പറ്റുമോ? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട്, അല്ല ഭാര്യമാർക്ക് ഭർത്താവിനോടും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ബന്ധത്തെ പറയാൻ പറ്റുമോ? 100% ഞാൻ എന്റെ ഭാര്യയിലാണ് ജീവിക്കുന്നത്, 100% ഞാൻ എന്റെ ഭർത്താവിലാണ് ജീവിക്കുന്നത് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിലെ അതിൽ നമുക്ക് ഉറപ്പില്ലെങ്കിൽ, കാണാത്ത മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന യേശുവിനോടുകൂടെ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് വളരെ വാക്കുകൾ കൊണ്ട് പറയാമെങ്കിലും ആമേഷ്ടത്വം ജീവിച്ച് കാണിക്കാത്തിടത്തോളം കാലം കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവേശുവിലായിരിക്കുന്നവർക്ക് എന്നാണ് റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്.
അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങളുടെ പ്രശ്നത്തെ അല്ല നിങ്ങൾ കാണേണ്ടത്. ദൈവസന്നിധിയിൽ വരേണ്ടത് പ്രശ്നം മാറാനല്ല. ദൈവസന്നിധിയിൽ വരേണ്ടത് നിന്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനല്ല. ദൈവസന്നിധിയിൽ വരേണ്ടത് ആമേൻ അവനിൽ ജീവിക്കാനായിരിക്കണം. യേശുവിൽ ജീവിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തനിയെ മാറുകയാണ്. ഹല്ലേലൂയ. യേശുവിൽ ജീവിക്കാതെ നിങ്ങൾ എന്തെല്ലാം നിലകളിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിസമാപ്തി കാണുവാൻ നോക്കിയാൽ ആമേൻ അതിനൊന്നും മറുപടി കർത്താവ് തരത്തില്ല. കർത്താവിന് ബന്ധം അവന്റെ ശരീരമായ സഭയുടെ ആമേൻ അകത്ത് വസിക്കുന്ന അംഗങ്ങളായിരിക്കുന്നവരോട് മാത്രമാണ്. ഒരു തലയ്ക്ക് ആ ശരീരത്തോട് മാത്രമാണ് ബന്ധമെങ്കിൽ യേശു ക്രിസ്തുവിന് ബന്ധം അവന്റെ ശരീരത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാരുമായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര മണിക്കൂർ ഉപവസിച്ചു എന്നുള്ളതല്ല, ആമേൻ സ്തോത്രം, നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യം ചെയ്തു എന്നുള്ളതല്ല. ഇന്ന് പകൽക്കാലം ഈ പ്രസന്റിൽ നിങ്ങളുടെ കൂടെ യേശു ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാന്ന് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അപ്പനും അമ്മയും കൂടെ ആലയത്തിൽ പോയിട്ട് മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ആമേൻ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു കൂടെയില്ല. അവർ യേശുവിനെ അന്വേഷിച്ച് തിരിച്ച് ആ എഴുതിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരു ദിവസത്തിന്റെ വഴിയാത്ര വന്നാൽ മതി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു അവർ 3 ദിവസത്തെ വഴിയാത്ര ചെയ്തപ്പോഴാണ് യേശുവിനെ കണ്ടുകിട്ടിയത്. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു നിങ്ങളുടെ ഉള്ളിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അക്ഷരികമായി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കൂടെ വസിക്കുന്നത് പോലെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ വസിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ കൂടെ 24 മണിക്കൂറും പ്രസന്റിൽ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് പകൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആത്മീയ ജീവിതവും ആമേൻ കുടൻ കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാ. ഇന്ന് പകൽക്കാലം യാഥാർത്ഥ്യത്തിൽ അല്ല നിൽക്കേണ്ടത്, സത്യത്തിൽ നിൽക്കുവാൻ നിങ്ങൾ പഠിക്കുക. സത്യമാകുന്ന കർത്താവിൽ ജീവിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം മായയായ ആമേൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഇവിടെ പറയാണ് ആമേൻ സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അറിവ് പ്രാപിക്കുക എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു ആമേൻ സ്തോത്രം നിങ്ങൾ പരിജ്ഞാന പൂർത്തിയുള്ളവരായി. സ്തോത്രം. കൊലോസ്യർ 1:12 വാക്യം വെച്ചേ. കൊലോസ്യർ 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഒന്നുകൂടെ നിർത്തി നമുക്കൊന്ന് വായിക്കാം. എന്തൊക്കെ ഒന്നുകൂടെ വായിച്ചേ. നിർത്തി വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശം എല്ലാവരുടെ ഹൃദയത്തിനകത്ത് കയറട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ഇപ്പോൾ വിശുദ്ധന്മാർക്ക് പിതാവാൻ ദൈവം പുത്രനിൽ നിവർത്തിച്ചതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതുമായ അവകാശങ്ങളെ അനുഭവിക്കുവാൻ നാം പ്രാപ്തിയുള്ളവരായിരിക്കണം. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിലെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പുറത്തു വന്നില്ല എന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ബന്ധനമാണ്, പോരാട്ടമാണ്, ആമേൻ ഹല്ലേലൂയ ഇത്യാദി കാര്യങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇരുട്ടിനകത്താണ്. ദൈവത്തിന്റെ ബദലെ കർത്താവ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ സംഭവിച്ചതാണ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ആമേൻ എന്ത് ചെയ്തു? ആ ക്രൂശീകരണത്തിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയുടെ അനന്തരഫലം എന്ത് ചെയ്തു? ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഇരുട്ടിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ.
ഞാൻ വായിച്ച, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇനി നിങ്ങൾ പറയണം, നിങ്ങൾക്കെതിരെ, ഞാൻ പറയുന്നു, നിങ്ങൾക്കെതിരെ ആരെല്ലാം ആഭിചാരം ചെയ്താലും, നിങ്ങൾക്കെതിരെ ആരെല്ലാം മന്ത്രവാദം ചെയ്താലും, നിങ്ങൾക്കെതിരെ ആരെല്ലാം എതിർ പ്രാർത്ഥിച്ചാലും, നിനക്കും നിന്റെ തലമുറയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. നീ പേടിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ആമേ, നിന്നെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്നെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു. എന്തിനാ? അവൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശം അനുഭവിക്കുവാൻ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാ? ഇന്നും നമ്മൾ ഇരുട്ടിനെ പേടിക്കുക. ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ആമേഷ്ട മന്ത്രവാദങ്ങളെ പേടിക്കുകയാണ്. ഇന്നും നമ്മൾ ആഭിചാരത്തെ പേടിക്കുകയാണ്. ഇന്നും നമ്മൾ പലതിനെയും ഭയന്നാ ജീവിക്കുന്നേ. സ്തോത്രം. അർത്ഥശൂന്യമായ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും ആമേഷ്ടത്വം അല്ലേലിയ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന അർത്ഥപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽ നിങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. ആമേഷ്ടത്വം മായയായ മണ്ഡലത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വന്നിട്ട് സത്യമായതിനെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളവും അല്പമടയും കൊണ്ട് യാത്ര ചെയ്ത ഒരു സ്ത്രീ എന്ത് ചെയ്തു? മായയായ ലോകത്തിൽ അവൾ ജീവിച്ചു. അവളോടുള്ള സത്യത്തിന്റെ വാഗ്ദാനങ്ങൾ അവൾ മറന്നുപോയി. അവൾ പറഞ്ഞു, ആമേ, മരണം കാണുവാൻ ആമേ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവൾ ആമേഷ്ടത്തെ നിരാശയുടെ വാചകങ്ങൾ പറഞ്ഞപ്പോൾ യേശു അത് മൈൻഡിയില്ല. അവൾ വന്ന് നിന്നത് അവൾക്കായി ഒരുക്കിയ ഉറവയുടെ വാതിക്കലാണ്. അവളുടെ കണ്ണ് തുറന്നപ്പോഴാണ് അത് കാണാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇന്ന് പകൽക്കാലം ആമേൻ സത്യത്തിന് വിരുദ്ധമായ ആമേൻ സകലത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ യേശു നിങ്ങളുടെ അകത്ത് പ്രസന്റിലി ജീവിക്കാൻ തുടങ്ങിയ നിശ്ചയമായും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്, നിന്റെ തലമുറയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്, നിന്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നിലൂടെ നിവർത്തിക്കുവാൻ പിതാവ് ആഗ്രഹിച്ചത് പുത്രനിൽ നിവർത്തിച്ചതുമായ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ട് ആമേൻ സ്തോത്രം. കർത്താവിന്റെ വചനം പറയുകയാണ്, ആമേൻ, നിങ്ങൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നിങ്ങളെ പ്രാപ്തമാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നിങ്ങളിപ്പോ എവിടെയാ? മൈക്കോൺ ചെയ്തൊന്ന് പ്രതികരിച്ചാട്ടെ. നിങ്ങളിപ്പോ എവിടെയാ? നിങ്ങൾ നിങ്ങളുടെ മുറിയിലാണ് ഇരിക്കുന്നതെങ്കിലും വചനം പറയുന്നു നിങ്ങൾ പുത്രനോടുകൂടെ അവന്റെ രാജ്യത്തിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പുത്രനോടുകൂടെ ആ രാജ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഏത് പിശാചിന് അതിനെ തൊടാൻ കഴിയുക? ഏത് ഇരുട്ടിന് അതിനെ തൊടാൻ കഴിയുക? ഹല്ലേലൂയ. നിന്റെ നന്മയെ തടുക്കാൻ ആർക്കാ കഴിയുക? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ പരിജ്ഞാനം നിനക്കുണ്ടായിരിക്കണം. ആമേൻ. എന്നും നിരാശയിലും, എന്നും വേദനയിലും, എന്നും ദുഃഖത്തിലും, എന്നും ഭയത്തിലും ജീവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. ക്രിസ്തീയ ജീവിതം ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ജീവിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, 1 കൊരിന്ത്യർ 16:13 പറയുന്നു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അപ്പൊ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, അതുകൊണ്ടാണ് ആമേൻ എഫേസ്യർ 5:15 പറഞ്ഞത്, നിങ്ങൾ സൂക്ഷ്മത്തോടെ, വളരെ ശ്രദ്ധയോടെ. ഇന്ന് പഴയ നിയമം എന്ന് പറയുന്നത് പാപികളായ മനുഷ്യനോട് ബന്ധപ്പെട്ട് വെളിപ്പെട്ട പുസ്തകമാണ്. സുവിശേഷങ്ങൾ 4 എന്ന് പറയുന്നതും പാപികളോട് ബന്ധപ്പെട്ട് വെളിപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ലേഖനങ്ങൾ എന്ന് പറയുന്നത് പാപികളുമായി ബന്ധപ്പെട്ടതല്ല, അത് കർത്താവിന്റെ ശരീരമായ സഭയിലെ വിശുദ്ധന്മാരുമായി ബന്ധപ്പെട്ടതാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിങ്ങൾക്കൊരു ക്രിസ്തീയ ജീവിതം അതിന്റെ മാഹാത്മ്യത്തോടെ, അതിന്റെ പവിത്രതയോടെ, അതിന്റെ മഹത്വത്തോടെ, അതിന്റെ നന്മയോടെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ആമേൻ ക്രിസ്തുവാകുന്ന ശരീരത്തിനകത്ത് നിങ്ങൾ ഉണ്ട് എന്നും യേശു നിന്നിൽ വസിക്കുന്നു എന്നും നിനക്ക് ബോധ്യമാണ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ടൈറ്റിൽ ഇതാണല്ലോ,
ദിനവും യേശുവിന്റെ കൂടെ. ആമേൻ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും എന്നിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ ആമേൻ കഴിയുന്ന നിലയിൽ എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ലോകത്തെക്കാൾ, നിങ്ങളുടെ ആരോഗ്യത്തെക്കാൾ, നിങ്ങളുടെ സൗന്ദര്യത്തെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ സകല സാധ്യതയേക്കാൾ ആമേൻ കർത്താവിന്റെ വാക്കിന് ചലിക്കാൻ കഴിയുന്ന നിലയിൽ ഇന്ന് പകൽ എന്റെ ഉള്ളിൽ യേശു ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ എന്റെ ശബ്ദത്തെ കേൾക്കുന്നു? പത്രോസ്, എന്തുകൊണ്ട് നിന്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, ഞാൻ അനേകരുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രയോജനമല്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ വാക്കിന് വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, ആമേൻ, ഞാൻ നിന്റെ വാക്കിൽ ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്നും യേശുവിന്റെ വാക്കിന് വ്യത്യസ്തമാണെന്ന് പത്രോസിന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ആ വാക്കിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? യേശു പറഞ്ഞതിനൊത്തവണ്ണം അവന്റെ ജീവിതത്തെ ചലിപ്പിച്ചപ്പോ ഇന്ന് വരെയും അവനുള്ളത് മാത്രം അവൻ സ്വരൂപിച്ചിരുന്ന പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, അവൻ എനിക്കുള്ളത് മാത്രമല്ല അനേകർക്കുള്ളത് കൂടെ എന്റെ കയ്യിലേക്ക് വന്നത് ഞാൻ അവൻ യേശുവിന്റെ വാക്കിന്റെ പരിജ്ഞാനത്തിനകത്ത് കയറിയത് കൊണ്ടാ. ഇന്ന് പകൽക്കാല നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണ്, ഇന്ന് പകൽക്കാല നമ്മൾ പ്രാർത്ഥന കൂടുന്നവരാണ്, ഇന്ന് പകൽക്കാല നമ്മൾ അവൻ ദൈവിക അവൻ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് ഇന്നൊരു ആലോചന കേട്ട ആ ആലോചനയ്ക്കൊത്തവണ്ണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന രണ്ട് ദൈവദാസന്മാരോടോ ഒന്നുകൂടെ ഉറപ്പിച്ചാലേ നമ്മൾ യേശുവിന്റെ വാക്കിനെ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ കർത്താവ് പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയുന്ന കാര്യം കേട്ടിട്ട് അപ്പുറത്തെ ചേച്ചിയോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ ദിവസവും നിങ്ങളോട് യേശു സംസാരിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ. ഹല്ലേലൂയ. ഒരാൾ എന്നോടൊന്ന് പ്രതികരിക്കാവോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ഒന്ന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്താട്ടെ. ആമേൻ. ഒരാള് ഷൈനി ജോൺ സിസ്റ്റർ ഒന്ന് ആമേ പ്രതികരിച്ചാട്ടെ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. സിസ്റ്ററെ, ഹസ്ബൻഡ് ഒരാഴ്ച മിണ്ടിയില്ലെങ്കിൽ സിസ്റ്ററിന്റെ അവസ്ഥ എന്തായിരിക്കും? കുഴപ്പമില്ല, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുവോ? പറയും. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഒരാഴ്ച സിസ്റ്ററോട് മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ച് അവിടെ ഒതുങ്ങിയിരിക്കുവോ? പറ, പ്രതികരിച്ചേ, കേക്കാൻ മേല. ആരെങ്കിലും പ്രതികരിച്ചേ? ഒതുങ്ങിയിരിക്കത്തില്ല. എന്തുകൊണ്ടാ? നിങ്ങളോട് കൂടെ വസിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളോട് സംസാരിക്കാതിരുന്നാൽ, നിങ്ങൾ അത് അനുവദിക്കത്തില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശു നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു? ആരെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടല്ല നിങ്ങൾ ദൈവശബ്ദം കേൾക്കേണ്ടത്. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ പറയുന്ന സന്ദേശത്തിലൂടെ അല്ല നിങ്ങൾ ദൈവശബ്ദം കേൾക്കേണ്ടത്. അത് തെറ്റാന്നല്ല പറയുന്നത്. നിങ്ങളോട് നേരിട്ട് കർത്താവ് സംസാരിക്കണം. ഹലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആഗ്രഹമില്ലാത്ത? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? നിങ്ങളുടെ ലൈഫ് തെറ്റിപ്പോകാൻ കാരണം, നിങ്ങളുടെ ലൈഫിൽ ചതി ഉണ്ടാകാൻ കാരണം, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വഞ്ചിക്കപ്പെടാൻ കാരണം നിങ്ങളോട് ദൈവം സംസാരിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽ നിങ്ങൾ ഒന്നും പ്രാപിച്ചില്ലെങ്കിലും നിങ്ങൾ എത്ര വിഷമിച്ചിരിക്കപ്പെടും? നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പോട്ടെ ഞാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നത്തിനകത്ത് നിന്ന് പുറത്തു വരുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, നിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ വേദനകളുടെ നടുവിൽ ഞാനുണ്ട് മകളെ എന്ന് പറയുന്ന ദൈവശബ്ദം നിനക്ക് നേരിട്ട് കേൾക്കാൻ കഴിയുന്ന നിലയിൽ കർത്താവ് പ്രസന്റിൽ നിന്നിൽ ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം കഴിയുന്നില്ലെങ്കിൽ അതിനായിട്ടൊരു തീരുമാനത്തോടെ എഴുന്നേൽക്ക്. ഇന്നലെ വരെ നിന്നെ പിൻപറ്റിയ സകല പരാജയങ്ങളും മാറും. ഇന്നലെ വരെ നിന്നെ അനുധാവനം ചെയ്ത സകല ആവേശത്വം വേദനകൾക്കകത്ത് നീ പുറത്തു വരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ പ്രസന്റിൽ റിയാലിറ്റിയിൽ ജീവിക്കുക. എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്ത കർത്താവേ? നിനക്ക് എന്തുകൊണ്ട് എന്നോട് സംസാരിക്കാനുള്ള മടി എന്താണ്? എന്താണ് എനിക്ക് പറ്റിയത്? ആമേൻ എന്ന് ചോദിച്ചാൽ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ആമേൻ, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഒടുവിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവശക്തി റിലീസ് ചെയ്യണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന ഫിസിക്കൽ പ്രോബ്ലം എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇന്നു മുതൽ പറയുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നതുകൊണ്ട് എന്റെ ശരീരത്തിൽ രോഗത്തിന് വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കേ, നിങ്ങൾ പറഞ്ഞു പോയിക്കേ. കർത്താവിന്റെ ദാസൻ പറയാണ്, ആമേൻ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ പുസ്തകം 4-13 വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർ 4:13. 2 കൊരിന്ത്യർ 4:13. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത് സംസാരിക്കണം, വാ തുറന്ന് പറയണം. എന്താ വിശ്വസിക്കേണ്ടത്? പിതാവാൻ ദൈവം പുത്രനിൽ നിവർത്തിച്ചതും പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതുമായ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ വചനം നിങ്ങൾ പറഞ്ഞു തുടങ്ങും. ഹല്ലേലൂയ. ഇന്നു മുതൽ വചനം പറഞ്ഞു തുടങ്ങുക. ഈ സ്ഥിതി മാറുന്ന കാണാൻ പറ്റും. ആമേൻ. നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് വിശ്വാസമായി രൂപപ്പെടുന്നില്ല. ആമേൻ. നിങ്ങൾ കേൾക്കുന്നത് ഒരറിവായിട്ടിരിക്കുന്നത് കൊണ്ടാണ്, കേൾക്കുന്നത് വിശ്വാസമായി രൂപപ്പെട്ടു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആരാ? നിങ്ങൾ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായി. ആരാ ജ്ഞാനം? 1 കൊരിന്ത്യർ 1:30 പറയുന്നു. ആമേൻ, സ്തോത്രം. എന്ത് ചെയ്തു? 1 കൊരിന്ത്യർ 1:30 ക്രിസ്തു ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും വീണ്ടെടുപ്പും വിശുദ്ധീകരണവുമായിരിക്കുന്നു. അപ്പൊ ക്രിസ്തു ആരായിരിക്കുന്നു? ക്രിസ്തുവാണ് ജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിലെ യേശു ക്രിസ്തുവാകുന്ന ജ്ഞാനം നമുക്കായി കൈമാറിയതിനെ വിശ്വസിക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് തടസ്സം എന്താ? ഇന്ന് നമുക്കിഷ്ടം എന്താണെന്നറിയാമോ? ഒരു പ്രവാചകൻ വന്നിട്ട് ആമേൻ തോമാച്ചൻ കെട്ടിയത് കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചെന്ന് കേൾക്കുമ്പോഴാ നമുക്ക് സന്തോഷം. ദൈവത്തിലെ നിന്റെ കെട്ടഴിച്ചു എന്ന് കർത്താവ് പറയുന്നതിൽ നിനക്ക് സന്തോഷമില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ആമേൻ സന്തോഷിക്കുന്ന സന്തോഷം സന്തോഷമല്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല. അങ്ങനെ ബന്ധിക്കപ്പെട്ടു ഒന്ന് സാത്താൻ നിങ്ങളുടെ മൈൻഡിനെ ബന്ധിച്ച ആ ചിന്തകളെ ഇന്ന് പകൽക്കാലം നിങ്ങൾ വലിച്ചെറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നു? വേദനയോടെ, വളരെ പ്രയാസത്തോടെ, വിഷമത്തോടെ, ആമേ സങ്കടത്തോടെ, ആമേ എന്താകുമെന്ന് യാതൊരു നിശ്ചയമില്ലാതെ വണ്ണം ഈ ലൈവിനകത്ത് എന്നെ ശ്രമിക്കുന്ന പ്രിയ ആമേ സഹോദരി, നിന്റെ ലൈഫിൽ മാറ്റം വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു വിടുതൽ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരു വഴിയില്ല. യേശു പറഞ്ഞ വാക്കിനെ നീ വിശ്വസിക്ക്. നിനക്കൊരു പ്രശ്നമില്ല. നീ ക്രിസ്തുവിൽ പുറത്തു വന്നു. നീ പ്രശ്നത്തിനകത്തല്ലെന്ന ദൈവ ശബ്ദത്തിനകത്തെ വിശ്വസിച്ചിട്ട് അവൻ നിന്നോട് കൈമാറിയ ദൈവിക വാഗ്ദത്തങ്ങളിൽ നീ വിശ്വാസം അർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹലോ, ഹല്ലേലൂയ. കൊലോസ്യർ 1:27-28 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. യേശു നിങ്ങളിൽ ഉണ്ട് എന്ന് ദൈവം പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം എന്താ? ഹലോ, മാറത്ത് കൈവച്ച് പറ, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. ആമേൻ. എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു.
നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് ബോധ്യമുണ്ട്. എന്തിനെ കുറിച്ചാണ് നീ വിചാരപ്പെടേണ്ടത്? എന്തിനാ നീ ഭയക്കുന്നത്? ഹല്ലേലൂയ. ആരാ നിനക്ക് വിരോധമായി വരുന്നത്? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന യേശു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കാ തടുക്കാൻ കഴിയുക? ഏത് നിയമങ്ങൾക്കാ അതിനെ വിലക്കാൻ കഴിയുക? ഞാൻ ആളും പേരും ഒന്നും പറയുന്നില്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ 2 മാസത്തിനുള്ളിൽ കുവൈറ്റിലേക്ക് വരുന്നുണ്ട്. കുവൈറ്റിലൊരു സംഭവം പറയാം. 268 പേരെ അവിടുന്ന് അവൻ ടെർമിനേറ്റ് ചെയ്തു. 268 പേരെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു അപ്പച്ചി സ്തോത്രം ഈ ടെർമിനേഷൻ അറിയുന്നത് 6 മാസം കഴിഞ്ഞാണ്. 267 പേരും സ്തോത്രം അവര് നാട്ടിൽ പോയി. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഒരിക്കലും അമ്മച്ചിക്ക് ഇത് ബാധകമല്ല. കാരണം അമ്മച്ചീനെ അവിടെ ആക്കിയിരിക്കുന്നത് കർത്താവാണ്. ദൈവത്തിലെ 6 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവ് നേരിട്ട് വന്ന് സ്തോത്രം എന്ത് ചെയ്തു? തുടർന്നുള്ള സ്തോത്രം ജോലിയുടെ കൺഫർമേഷൻ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞത് ദൈവത്തിലെ ലോകത്തിന്റെ നിയമങ്ങളോ ലോകത്തിന്റെ സംഹിതകളോ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളോ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി വെളിപ്പെട്ടു വരാം. ഇന്ന് പകൽക്കാലം നിയമം നിനക്കെതിരായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പകലെ എന്നാൽ അതിനെ തിരുത്താൻ കഴിയുന്ന ഒരുവനാണ് നിന്റെ അകത്തിരിക്കുന്നത്. നിനക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്നൊരു ദൈവം, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കിങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജ് പറയാൻ പറ്റും, എന്റെ കൺമുമ്പിൽ കണ്ടത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബദലേ ഇന്ന് പകൽക്കാലം പ്രശ്നം മാറാനല്ല നീ കർത്താവിനൊക്കെ വരേണ്ടത്. നീ കർത്താവ് നിന്നിൽ വസിച്ചാൽ നിന്റെ പ്രശ്നം മാറുക മാത്രമല്ല, ആയിരങ്ങളുടെ പ്രശ്നം മാറിക്കൊണ്ടിരിക്കും. നിന്റെ പ്രശ്നം മാറിയിട്ട് കർത്താവിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന്റെ ബദലേ സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു ആന്റിയുണ്ട്. അവർ 10 പ്രാവശ്യത്തോളം അവർ ഏജൻസികളിൽ പോയിട്ട് കാനഡയിലേക്ക് ഒന്ന് പരിശ്രമിച്ചു, നടന്നില്ല. അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ ജീവിക്കാൻ തയ്യാറായ നിങ്ങളുടെ വിഷയത്തിന്മേൽ ബ്രേക്ക് ത്രൂ ആന്ന് പറഞ്ഞു. പിന്മാറ്റത്തിൽ പോയ ഭർത്താവ് പറഞ്ഞു, നീ യേശുവിനെ വിട്ട് നീ മടങ്ങി വരാൻ പറഞ്ഞു. എന്നും പ്രശ്നമാണ് അവിടെ. അവര് പറഞ്ഞു, എനിക്ക് മറ്റെന്തിനേക്കാൾ അധികം യേശുവാണ് വലുതെന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് അവർ യേശുവിനായി ജീവിക്കാൻ തീരുമാനിച്ചു. അതവർ യേശുവിൽ തെളിയിച്ചു കൊണ്ടിരുന്നു. പ്രതികൂലത്തിന്റെ നടുവിൽ അവർ കർത്താവിന് വേണ്ടി ജീവിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് കാനഡയ്ക്കുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. ഇന്നവർ കാനഡയിൽ സെറ്റിൽഡാ. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ഇന്ന് പകൽക്കാലം നീ പ്രശ്നം മാറാൻ യേശുവിനെ മുട്ടല്ലേ. അത് ജാതികൾ അവരുടെ ദേവന്മാരെ ആശ്രയിക്കുന്നത് പോലെയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ബദലേ അവൻ നിന്നിൽ വസിക്കുന്നുവെങ്കിൽ, അവനിൽ നീ വസിക്കുന്നുവെങ്കിൽ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. ഇന്ന് പകൽ നിന്നിൽ യേശു ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ വിചാരപ്പെടാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മുടെ മക്കൾ വിഷമിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മുടെ കൈ ഫ്രീസ് ആണെങ്കിലും നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് വസിക്കുന്നു എന്ന തിരിച്ചറിവിനകത്തേക്ക്, ആ സത്യത്തിലേക്ക് ദൈവജനം ഒന്ന് കയറി നിൽക്കാൻ തയ്യാറായ, വിശ്വാസത്തിനൊന്ന് പ്രതികരിക്കാൻ തയ്യാറായ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾ ഇവിടെ മുതൽ മാറുകയാണ്. Praise God. Hallelujah. ദൈവത്തിലെ വിശ്വാസത്താലല്ലാതെ നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ പ്രാർത്ഥന കൊണ്ടോ ഒന്നും കർത്താവിൽ നിന്നൊന്നും നേടാൻ പറ്റത്തില്ല. നിന്റെ ഫെയ്ത്ത് കർത്താണോ, സ്വർഗം നിനക്കായി ഒരുക്കി നിന്റെ കയ്യിലേക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, നിയമത്തിനും ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തി വിശുദ്ധിക്കകത്തുനിന്ന് വരുന്നതാണ്. അത് നിയമത്തെ ബേസ് ചെയ്യുന്നതല്ല.
ദൈവമേ, ഇന്ന് പകൽ ആമേൻ നിന്റെ വിശ്വാസത്തിന്റെ ആമേൻ അകത്തളങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്ന നീ തനിയെ പറഞ്ഞു തുടങ്ങണം. വിശ്വസിക്കുന്ന നീ തനിയെ പറഞ്ഞു തുടങ്ങണം. വിശ്വസിക്കുന്ന നീ തനിയെ പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ബദലേ നിന്റെ ലൈഫിലെ നഷ്ടബോധങ്ങൾക്ക് ദൈവം ഇന്ന് ആമേൻ പകലന്തി വിരാമം കുറിക്കും. ആമേൻ സ്വന്തം നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം സ്വർഗം അതിന് വിരാമം കുറിക്കാൻ വിശ്വസ്തനാണ്. പക്ഷേ നീ അതിന് തയ്യാറാണ്. Praise the Lord. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അധികമായി 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 ആമേൻ ആമേൻ പ്രയോജനപ്പെടാൻ ആഗ്രഹിച്ചിട്ട് അതിലേക്ക് കയറാൻ കഴിയാതെ വണ്ണ ബ്ലോക്കുകൾ പോലെ നിൽക്കുന്ന മണ്ഡലങ്ങൾ കർത്താവിൽ ഇന്ന് പകൽ വചനത്തിനകത്ത് വായി നിങ്ങൾ ലേഖനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കും. വചനം വായിക്കും തോറും നിന്റെ മുമ്പിലെ ബന്ധനങ്ങൾ അടിയുകയാണ്. വചനം വായിക്കും തോറും അടഞ്ഞ വാതിലുകൾ തുറക്കുകയാണ്. വചനം വായിക്കും തോറും നിന്റെ മുമ്പിൽ അവൻ ദൈവിക സമൃദ്ധിയുടെ മണ്ഡലങ്ങൾ നിന്നിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒടുവിൽ അവൻ കർത്താവിലും അവൻ യേശു ക്രിസ്തുവിന്റെ അമിത ബലത്തിലും. പിശാചിനോട് പോരാടാനൊക്കെ പറയാൻ ഇന്ന് നമുക്ക് പേടിയാ. ഒരു കാശ് രൂപം കണ്ടാൽ, ഒരു വെള്ളി രൂപ കണ്ടാൽ, ഒരു ചെത്തിപ്പൂ കണ്ടാൽ പേടിച്ചു പോകുന്ന വിശ്വാസികളാ നമ്മളിൽ യേശു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പിളക്കുന്നത്. ദൈവമേ, ഇന്ന് പകൽ നിന്റെ അകത്ത് ഉറപ്പുണ്ടായിരിക്കട്ടെ, ഒരു മനുഷ്യന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു അധികാരത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്റെ അകത്ത് യേശു ഉണ്ടെന്നുള്ള ബ്ലൈൻഡായ വിശ്വാസം നിന്റെ അകത്തുണ്ടാകട്ടെ. ആമേൻ. കല്യാണം കഴിച്ച് കൂടെ താമസിക്കുന്ന ഭർത്താവ് നിന്നെ നോക്കുന്നില്ല എങ്കിൽ ആമേഷ്ടത്തെ പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ അവൻ അതുപോലൊരു വ്യക്തിയല്ല നിന്റെ അകത്ത് ജീവിക്കുന്ന കർത്താവ്. അവൻ സകലത്തിലും നിന്നെ നന്നായി നടത്തുവാൻ പ്രാപ്തിയുള്ള സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയരെ, എനിക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ പറ്റും. ആമേൻ. എന്നെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും അവൻ നമുക്ക് അമേഷ്ടത്വം അവസരം കിട്ടിയാൽ ഇനി നമുക്ക് പങ്കുവയ്ക്കാൻ അവസരമുണ്ടല്ലോ. ദൈവത്തിലെ ലൈഫിൽ നിങ്ങൾ ഒരു തീരുമാനത്തോടെ ഇന്ന് ഇവിടുന്ന് എഴുന്നേൽക്കുക. ഇങ്ങനെയുള്ള ഈ ജീവിതം വേണ്ട. ജീവിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ എന്നിൽ യേശു വസിക്കുന്ന ഉറപ്പോടെ, യേശുവിനെ നിരന്തരം നിങ്ങൾ അനുഭവിക്കുന്ന ഉറപ്പോടെ ഇന്ന് പകൽക്കാലം നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി ഞാൻ പറയുന്നു, നിങ്ങളെ പിന്തുടരുന്ന, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകലത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നുവെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആമേ. നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് ആൾക്കാരെ, അമ്മേ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, യേശു നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസപ്പെട്ട് ഈ ലൈനിൽ കാണുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ നിന്റെ അകത്ത് യേശുണ്ട് മകളെ, നിന്റെ അകത്ത് യേശുണ്ട്. അതൊന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക പരിജ്ഞാനം നിന്റെ അകത്തുണ്ടായാൽ മതി. മറ്റാരേക്കാളും നിന്റെ അകത്തിരിക്കുന്ന യേശു നിന്നെ നടത്താൻ പ്രാപ്തിയുള്ള ദൈവമാണ്. എന്റെ ഉള്ളത്തിൽ തന്ന ദൂതിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. ദൂതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവചന ദൂതല്ല പറഞ്ഞ, ദൈവം എനിക്ക് തന്ന ആത്മീക എന്താണ് അല്ലേലി ആ വെളിപ്പാടിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. അമ്മേ സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട്, ഞാൻ സമയത്തിലൊക്കെ വളരെ വളരെ നിർബന്ധമുള്ളത് കൊണ്ട്, ഞാൻ എനിക്ക് അനുഭവിച്ച സമയത്തിന്റെ അമ്മയിൽ അതിന്റെ സമയം തീരാൻ 2-3 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് വിരാമം കുറിക്കാൻ വേണം. ദൈവത്തിലെ നിശ്ചയമായി ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്നു മുതൽ വചനം വായിക്കണം. നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ബൈബിൾ വായിച്ചായിരിക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. വചനവുമായുള്ള ബന്ധം നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഏറ്റവും അധികമായി ഒന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറി നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി പ്രശ്നത്തിന് മുകളിലൂടെ നടക്കുന്നവനായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ സേവിക്കുന്നവരായി നിങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തി. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലൂടെയും ദൈവത്തിന്റെ ശക്തി പുറത്തു വരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇല്ലാത്തതിനെ നിങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു അവസരത്തെ എനിക്ക് തന്ന കർത്താവിന്റെ ബഹുമാന്യ ഭക്തൻ ഫാസ്റ്റർ റോയ് അവരുകളെയും മിനിസിസ്റ്ററേയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും എന്റെ അകമഴിഞ്ഞ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.